ഇത് നോമ്പ് 29-ൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് പെരുന്നാളോടനുബന്ധിച്ച് ഒരുപാട് ഓർഡേഴ്സ് പാക്ക് ചെയ്ത് അയക്കാനുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമുക്കൊരു ചെറിയ ബിസിനസ് ഉള്ള കാര്യം, നട്ട്സിൻ്റെയും ഡേറ്റ്സിൻ്റെയൊക്കെ ധനി നട്ട്സ് ആൻഡ് ഡേറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് പാക്ക് ചെയ്യാണ്. ഫുഡ് തലേ ദിവസത്തെ ബാലൻസ് ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാൻ അത് മതിയെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ പെരുന്നാളാവുകയാണെങ്കിൽ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഞങ്ങൾ ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് ചെയ്തൊരു കോംബോ പാക്കറ്റിൽ വരുന്ന മിക്സഡാണ് കേട്ടോ. ആറേകാലം മുതൽ ടി വിയിൽ മാസം കാണുമെന്നുള്ളതിൻ്റെ വാർത്ത ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും അതും നോക്കിയിരിക്കുക. ഒരാൾ അവിടുന്ന് ഹോംവർക്കൊക്കെ ചെയ്യാനുള്ളത് ചെയ്യുന്നുണ്ട്, മറ്റേ ആൾക്ക് നോമ്പുണ്ട്. പെരുന്നാളാവണേ എന്നുള്ള പ്രാർത്ഥനയിൽ ടി വി നോക്കിയിരിക്കുകയാണ്. മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചും കൂടി ലേബലിങ്ങും പാക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് സൈഡിലേക്ക് ആക്കി വെച്ചു. ഞങ്ങൾക്ക് രാത്രി പെരുന്നാളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ട് ഞങ്ങൾക്ക് പോകണം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. പത്തിരി ഉണ്ടാക്കണം, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിലാണ് എല്ലാം ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ തന്നെ അതേപോലെ വലിയ ഒരുക്കങ്ങളും വലിയ സംവിധാനങ്ങളും ഒക്കെ ഇക്കുറിയും കടലുണ്ടി കോർണിഷ് മസ്ജിദ്. ഈ മാസം കാണൂലേ എന്നുള്ള ഈ നോട്ടം ഭയങ്കര രസമാണ്. നോമ്പ് തുറ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ടി വിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എന്താവും, നാളെ നോമ്പാണോ പെരുന്നാളാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. കാണോ ആനി കാണുവോ? നാളെ പെരുന്നാളാവൂ? ഏത് ഭാഗത്ത് ദൃശ്യമാകുമോ എന്നറിയാനുള്ള ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിലാണ്. എന്ത് ന്യൂസ് ആയാലും അത് ആദ്യം കൊടുക്കണം എന്നുള്ളതാണ് ഷെഫിൻ്റെ ഒരു നിലപാട്. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആദ്യം ഷെഫിൻ്റെ മെസ്സേജ് വരണം, അതിനു വേണ്ടി നോക്കിയിരിക്കുക. ചാനലിനേക്കാളിലും കേരളത്തിൽ നാളെ വെള്ളിയാഴ്ച ഈദ് മുബാറക്. ഞാൻ ഒന്ന് കൊടുത്തേ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഷോൾ എടുക്കാനുണ്ട്, അതിനും പോകും. ശരിക്കും പറഞ്ഞാൽ 30 നോമ്പ് കിട്ടിയിട്ട് പെരുന്നാൾ വരുമ്പോൾ വേറൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നാളെ ലോകം മുഴുവൻ പെരുന്നാളാണെന്നുള്ളതാണ്. പറ്റൂലേ? എടുക്കട്ടെ. ഒരു ചെറുകുളായിരുന്നുള്ളത്, അവിടെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ട് മൈലാഞ്ചി ഇടാൻ പോയതായിരുന്നു. അതിനുശേഷം കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. നോക്കട്ടെ രണ്ട് കൈയും കാണിക്ക്. ആരട്ടെന്ന് ഇങ്ങനത്തെ ഒരു സ്റ്റെൻസിൽ വാങ്ങി ഞാൻ മൈലാഞ്ചിൻ്റെ. എനിക്കിങ്ങനെ മെഹന്തി ഇടാനൊന്നും അറിയില്ല. അപ്പം ഞാൻ ഒരു കയ്യിൽ ഇവർക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും സന്തോഷത്തിൻ്റെ ഒരു ഇതിലിങ്ങനെ മതിമറന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഞങ്ങളും അങ്ങനെ തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട് മക്കൾ കിടന്നുറങ്ങാൻ പോയി. ഞാൻ ഹസ്ബൻഡിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 12:15 എനിക്കൊരു കോള് വന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്താ പറയുക, ഒരിക്കലും ഒരില്ലാത്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരാൾ നമ്മളെന്ന് ഈ പെരുന്നാളിൻ്റെ സമയത്ത് കറക്റ്റ് വിട പറഞ്ഞ് പോയി എന്ന് അറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. പെരുന്നാളെങ്ങനെ നമ്മൾ ആഘോഷിക്കുക, പെരുന്നാൾ നമ്മളെ ആഘോഷങ്ങളും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ആഘോഷം എന്ന് വെച്ചാൽ നിസ്കാരം, സക്കാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവുക, വേറെ ആഘോഷമൊന്നുമില്ല. അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്യണം.
അതൊക്കെ ചെയ്താലും മനസ്സിനൊരു തൃപ്തിയോ സന്തോഷമോ വരാത്ത ഭയങ്കര വിഷമത്തിൽ ഉള്ളൊരിതായിപ്പോയി. എന്തായാലും അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും ബർസഴിയായ ജീവിതം നല്ല സമാധാനത്തിലാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.